പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. സൂക്ഷിക്കുക, നിങ്ങളുടെയും ഷോർട്സ് ഡിലീറ്റ് ആകും. മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള യൂട്യൂബ് ഷോർട്ട് വീഡിയോസിൻ്റെ ഡിലീറ്റഡ് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഷോർട്സ് കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണിത്. നമുക്കറിയാം, സാധാരണ ഷോർട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ വേഗം വ്യൂസ് ലഭിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യൂസ് കിട്ടിയ വീഡിയോസ് വരെ നമ്മൾ ഒരു ദിവസം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ അവിടെ ഇല്ലാതെ വരിക, യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു അവസ്ഥ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ഒരു ദിവസം അവരുടെ കൂടിയ വ്യൂസ് ഉള്ള ഷോർട്സ് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ യൂട്യൂബ് വന്നിട്ട് ആ ഷോർട്സ് അൺലിസ്റ്റ് ആക്കി വയ്ക്കുന്നു. ലക്ഷക്കണക്കിന് വ്യൂസ് വന്ന വീഡിയോസ് വരെ ഒരു കാരണവുമില്ലാതെ ഒറിജിനലി അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ആയിരിക്കും, ക്രിയേറ്റേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് സ്ട്രൈക്സ് ഒന്നും വന്ന് കാണില്ല. അങ്ങനെ അത് പെട്ടെന്ന് ഡിലീറ്റായി പോകുന്നു എന്ന് പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യം നിങ്ങളുടെ ചാനലിൽ വരാൻ ഇടയുണ്ടോ എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പല രീതിയിൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും വോയിസ് എടുത്തിട്ട് നമ്മുടെ ഷോർട്സിൽ കൊടുക്കാറുണ്ട്. നിങ്ങളൊരു ഷോർട്സ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ മ്യൂസിക് എവിടെ നിന്നും ഉപയോഗിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മ്യൂസിക് അല്ലാതെ മറ്റുള്ളവരുടെ മ്യൂസിക്കോ ഇല്ല സംഭാഷണമോ എടുത്തിട്ട് നമുക്ക് ഷോർട്സ് ചെയ്യാം. നല്ല വ്യൂസ് ലഭിച്ചാലും ഇല്ലെങ്കിലും ആ ഷോർട്സിന് വ്യൂ വരുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് മ്യൂസിക്കോ അല്ല സംഭാഷണമോ ചെയ്ത വേറൊരു വ്യക്തി ആയിരിക്കും. അപ്പോൾ അയാളുടെ വീഡിയോയിൽ നിന്നായിരിക്കും നമ്മൾ വന്നിട്ട് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നായാലും ആ വോയിസ് എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ അയാളുടെ ആ വീഡിയോ എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്താൽ അത് നമ്മുടെ വീഡിയോവിനെയും ബാധിക്കും. അയാളുടെ ചാനൽ വന്നിട്ട് അതിലത്തെ ആ കണ്ടൻറ്റ് ഡിലീറ്റ് ആയാലും ആ ഒരു വോയിസ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ക്രിയേറ്റേഴ്സ്, അതായത് ആരൊക്കെ ഏതെല്ലാം ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ പലരും ആ ഇമെയിൽ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വരുന്നത് പലരും ശ്രദ്ധിക്കാറില്ല. ആ മെയിലിൽ പറയുന്നത് നിങ്ങളുടെ ഷോർട്സ് യൂട്യൂബ് വന്നിട്ട് അൺലിസ്റ്റഡ് ആക്കി വയ്ക്കും, 30 ദിവസത്തെ സമയം നമ്മൾക്ക് തരും. അപ്പോൾ അതിൽ നിന്നും ആ 30 ദിവസത്തെ സമയത്തിനുള്ളിൽ നമ്മൾ വന്നിട്ട് അത് പബ്ലിക്കിൽ നിന്ന് മാറ്റി അൺലിസ്റ്റ് ആയി ചാനൽ. പക്ഷേ സാധാരണ നമ്മൾ പോയിട്ട് ആ ചാനൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ വീഡിയോ കാണാറില്ല. അത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ അൺലിസ്റ്റഡിൻ്റെ ലിസ്റ്റ് ആ കാറ്റഗറിയിൽ നോക്കിയാൽ ഈ ഷോർട്സ് അവിടെ കിടക്കുന്നത് നമ്മൾക്ക് കാണാം. 30 ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഷോർട്സ് വന്നിട്ട് നമ്മുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് എന്നും ഇമെയിൽ നമ്മുടെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഇതുപോലെയുള്ള പല പ്രധാനപ്പെട്ട മെയിലുകളും നമ്മൾ കാണാതെ മിസ്സായി അങ്ങനെ പോകാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ട് നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും വന്നാൽ അത് ഉടനെ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ ഒരു മെയിലാണെന്ന് പലരും കരുതാറുണ്ട്. അപ്പോൾ ആ മെയിലിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ യുവർ യൂട്യൂബ് ഷോർട്സ് ഹാസ് ബീൻ മ്യൂട്ടഡ് ആൻഡ് മാർക്ക്ഡ് ആസ് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാണ് ആ മെയിൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഷോർട്ടിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും, അതായത് വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളതും സാധാരണ അല്ലാത്തതും വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കി നമ്മൾ അതിൽ ചാനൽ ഇടുമ്പോഴേക്കും സാധാരണ വന്നിട്ട് ഈ ഷോർട്സിന് ഒരുപാട് വ്യൂസോ കിട്ടാനോ ഇല്ല വൈറലാകാനോ വേണ്ടി നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും ഈ വൈറലായ മ്യൂസിക്കിൻ്റെ ഇതോ അല്ല സംഭാഷണമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഷോർട്സിൽ ചേർക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെ ഈ ചേർക്കുമ്പോഴേക്കുമാണ് ഈ കണ്ടൻറ്റിന് ഒരുപാട് നമ്മുടെ ഷോർട്സിന് വ്യൂ ധാരാളമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് ഈ മെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ മ്യൂസിക് മാറ്റാനുള്ള ഓപ്ഷൻ അത് യൂട്യൂബ് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇത് ഡിലീറ്റായി പോയാൽ നമ്മുടെ ടോട്ടൽ ഷോർട്സ് വ്യൂവിനെ തന്നെ അത് വല്ലാതെ അങ്ങ് ബാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ഈ ഷോർട്സ് കണ്ടൻറ്റിൽ ഏറ്റവും വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സ് ആയിരിക്കും അത്. അതുകൊണ്ട് ഇപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവരുടെ ഷോർട്സിന് സ്വന്തം വോയിസ് കൊടുക്കുകയോ മ്യൂസിക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് വന്നിട്ട് വളരെ സേഫാണ്. അപ്പോൾ അത് വന്ന് അത് ഡിലീറ്റായി പോകാനോ ഇല്ല നമ്മൾ ഈ എടുത്ത ക്രിയേറ്റർ സൗണ്ട് എടുത്ത ക്രിയേറ്റർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോനെ അത് ബാധിക്കുകയോ ചെയ്യാതെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വഴി കഴിയുന്നതും സ്വന്തം വോയിസ് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെയിൽ യൂട്യൂബിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ആ മ്യൂസിക് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഈ മെയിലിന് വഴി മാത്രമേ ഇങ്ങനെയൊരു കാര്യം അൺലിസ്റ്റഡ് ആയിട്ട് മാറ്റിയത് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൽ വന്നാൽ നിങ്ങളെപ്പോഴും ആ മെയിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. എന്നും എന്തെങ്കിലും പ്രധാനപ്പെട്ട മെയിൽസൊക്കെ യൂട്യൂബിൽ നിന്നും വരുന്നുണ്ടോ എന്നുള്ളത് ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. എന്നും ഓരോ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരും. അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കും.